പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജയിലിലടയ്ക്കപ്പെട്ടിട്ട് ഏതാണ്ട് ഒരാഴ്ചയാകാൻ പോകുന്നു. മാർച്ച് 31 വരെ അരവിന്ദ് കെജ്രിവാളിന്റെ റിമാൻഡ് കോടതി നീട്ടുകയുണ്ടായി. അങ്ങനെ റിമാൻഡ് നീട്ടിയതിനെ തുടർന്ന് അരവിന്ദ് കെജ്രിവാളിന്റെ ഭാഗത്ത് ഒട്ടേറെ വീഴ്ചകളുണ്ടെന്നും അരവിന്ദ് കെജ്രിവാൾ എന്തൊക്കെയോ കുഴപ്പങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുമുള്ള തരത്തിലുള്ള പ്രചരണം ബി.ജെ.പിയുടെ ഭാഗത്തുനിന്ന് അതിശക്തമായി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം തന്നെ ഈ കേസിൽ നിന്ന് വിമുക്തനാക്കണമെന്നുള്ള നിലയിൽ അരവിന്ദ് കെജ്രിവാൾ കോടതിയിൽ വാദിച്ചിട്ടും ആ വാദം അംഗീകരിക്കാത്ത കോടതി കെജ്രിവാളിനെ വീണ്ടും റിമാൻഡ് ചെയ്തപ്പോൾ അതിലെന്തോ കുഴപ്പമുണ്ടല്ലോ എന്നുള്ള ഒരു തോന്നലും പ്രചരണവുമാണ് ബി.ജെ.പിയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ കോടതിയിൽ അരവിന്ദ് കെജ്രിവാളിന് വേണ്ടി നടന്ന വാദമുഖങ്ങൾ, എന്തൊക്കെ വാദങ്ങളാണ് കോടതിയിൽ കെജ്രിവാളിന് അനുകൂലമായി നടന്നത് എന്നതിൻ്റെ വസ്തുതാപരമായിട്ടുള്ള വിശദാംശങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ ഒന്ന് അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ശ്രമിക്കാറുള്ളത്. സുഹൃത്തുക്കളെ, ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭനായ അഭിഭാഷകനായിട്ടുള്ള മനു അഭിഷേക് സിംഗ്വിയാണ് അരവിന്ദ് കെജ്രിവാളിന് വേണ്ടി കോടതിയിൽ ഏതാണ്ട് 45-50 മിനിറ്റ് വാദിച്ചത്. ആ വാദമുഖങ്ങൾ എന്ന് പറയുന്നത് ഇതിന്റെ ഈ ഇലക്ഷൻ കാലത്ത് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെയുള്ള നിലയിലായിരുന്നു എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ മനു അഭിഷേക് സിംഗ്വി തന്നെ അതിന്റെ വിശദാംശങ്ങളുമായി രംഗത്ത് വന്നിരുന്നു. ആ വിശദാംശങ്ങളിൽ അദ്ദേഹം കോടതിയിൽ അരവിന്ദ് കെജ്രിവാളിന് അനുകൂലമായി നടത്തിയ വാദമുഖങ്ങൾ സവിസ്തരം, സംശയലേശമന്യേ, അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പ്രഖ്യാപിക്കുകയുണ്ടായി. അത് എന്താണ് എന്ന് എന്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, അദ്ദേഹം പറഞ്ഞത് ഓഗസ്റ്റ് 2022 മുതൽ ഈ മദ്യനയ കേസ് ഉണ്ട് എന്നാണ്. ആ മദ്യനയ കേസ് ഓഗസ്റ്റ് 2022 മുതൽ നിലനിൽക്കുകയായിരുന്നു. അങ്ങനെ നിലനിന്ന ആ കേസിൽ എന്തുകൊണ്ടാണ് 2024 മാർച്ചിൽ വരെ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത്, അതിനു മുമ്പ് എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല എന്നുള്ള ചോദ്യം അദ്ദേഹം കോടതിയിൽ ഉന്നയിച്ചു. അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി, ആ കേസിൽ നേരത്തെ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുമായിരുന്നു. അതുകൊണ്ട് ജാമ്യം ലഭിക്കാതിരിക്കാൻ വേണ്ടി ആ കേസ് ഇങ്ങനെ നീട്ടി കൊണ്ടുപോയി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇതാണ് മനു അഭിഷേക് സിംഗ്വി കോടതിയിൽ ഉന്നയിച്ച പ്രധാനപ്പെട്ട വാദം. മനു അഭിഷേക് സിംഗ്വി ചോദിച്ച ഒരു ചോദ്യമുണ്ട്. എല്ലാ തെളിവും ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വിശദാംശങ്ങളും ഇഡിയുടെ കയ്യിൽ ഉണ്ടായിരുന്നല്ലോ ഓഗസ്റ്റ് 2022 മുതൽ, എന്നിട്ട് എന്തേ ഇത്രയും അറസ്റ്റ് ചെയ്യാൻ താമസിച്ചു എന്നുള്ള ചോദ്യമാണ് ചോദിച്ചത്. ആ ചോദ്യത്തിന് മറുപടി ഉണ്ടായില്ല. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതാണ് പിന്നീട് അഭിഭാഷകനായിട്ടുള്ള സിംഗ്വി കോടതിയിൽ ഉന്നയിച്ചത്. അത് ഒരല്പം വിശദമായി എന്റെ പ്രേക്ഷകരുമായി സംവദിക്കാൻ അതിനെക്കുറിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സുഹൃത്തുക്കളെ, 4 പ്രധാനപ്പെട്ട സാക്ഷികളാണ് ഈ കേസിൽ ഉണ്ടായത്. ഒന്ന് മകുന്ദ എന്ന് പറയുന്ന ഒരാള്, പിന്നെ ബുച്ചി ബാബു എന്ന് പറയുന്ന ആള്, പിന്നെ രാഘവ റെഡ്ഡി, പിന്നെ 4 പേര്. ഈ 4 പേരാണ് ഈ ഡൽഹി മദ്യനയ കേസിലെ സ്റ്റാർ വിറ്റ്നസസ്, അതായത് പ്രധാനപ്പെട്ട സാക്ഷികൾ. ഈ സാക്ഷി അതിൽ 3 പേരാണ് പ്രധാനപ്പെട്ട സാക്ഷി. ഈ 3 സാക്ഷികളും 3-4 പ്രാവശ്യം മൊഴികൾ കൊടുത്തിരുന്നു തുടക്കത്തിൽ. ആ മൊഴികളിൽ ഒന്നും തന്നെ അരവിന്ദ് കെജ്രിവാളിനെ പരാമർശിച്ചിരുന്നില്ല. ഡൽഹി മദ്യനയ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ 3 സ്റ്റാർ വിറ്റ്നസസും കൊടുത്തിട്ടുള്ള മൊഴികളിൽ ഒന്നും തന്നെ തുടക്കത്തിൽ അരവിന്ദ് കെജ്രിവാളിന്റെ പേര് പരാമർശിച്ചിരുന്നില്ല. എന്നാൽ പിന്നീട് എന്ത് സംഭവിച്ചു? ഈ 3 സാക്ഷികളെയും ഇഡി അറസ്റ്റ് ചെയ്തു. ഈ 3 സാക്ഷികളും അതിനെ തുടർന്ന് മാസങ്ങളോളം ഇഡി കസ്റ്റഡിയിൽ തുടരുകയാണ്. ആ തുടർന്ന സമയത്ത് അവരെ ഈ പറഞ്ഞ പോലെ പീഡിപ്പിച്ചിട്ടുണ്ടോ ഇല്ലോ എന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും എന്ത് സംഭവിക്കുന്നു? മാസങ്ങളോളം ഇഡിയുടെ കസ്റ്റഡിയിൽ ഈ 3 സാക്ഷികളും തുടർന്നു. അതിനെ തുടർന്ന് അവരെന്ത് ചെയ്തു? അവര് ജാമ്യത്തിന് അപേക്ഷിക്കുന്നു. നമുക്കറിയാം, PMLA-യുമായി ബന്ധപ്പെട്ടുകൊണ്ട്, പ്രിവെൻഷൻ മണി ലോണ്ടറിംഗ് ആക്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജാമ്യം കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതായത് അതിനകത്തെ സെക്ഷൻ 45 പറയുന്നത് നിങ്ങൾ കുറ്റക്കാരനല്ല എന്ന് നിങ്ങൾ തന്നെ തെളിയിച്ചാൽ മാത്രമേ ജാമ്യം കിട്ടൂ എന്നുള്ളതാണ്.
അതായത് ഞാനിപ്പോൾ ഒരാൾക്കെതിരെ ആരോപണം ഉന്നയിച്ചാൽ ആരോപണം ഉന്നയിക്കുന്നയാളാണ് അയാൾ കുറ്റം ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കണം. അത്രയ്ക്ക് ശക്തമായിട്ടുള്ള ഒരു നിയമമാണ് PMLA ആക്ട്. ആ PMLA ആക്ടിൽ ജാമ്യം കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതിന്റെ പേരിലാണ് ഇപ്പൊ അരവിന്ദ് കെജ്രിവാളിനൊക്കെ ജാമ്യം കൊടുക്കാതിരിക്കുന്നത്. എന്നാൽ ഈ കേസിലെ 3 പ്രധാനപ്പെട്ട സാക്ഷികൾ, സ്റ്റാർ വിറ്റ്നസുകൾ, അവർ മാസങ്ങളോളം ജയിലിൽ കിടന്നതിന് ശേഷം ജാമ്യത്തിന് അപേക്ഷിച്ചപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ത് ചെയ്യുന്നറിയാവോ? ജാമ്യം കൊടുത്തു. സുഹൃത്തുക്കളെ, ജാമ്യം കൊടുത്തത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നറിയാവോ? ജാമ്യം കൊടുത്തത് നടുവേദനയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതായത് ഈ 3 സ്റ്റാർ വിറ്റ്നസുകൾക്കും നടുവേദനയാണ് എന്നുള്ള അവരുടെ വാദം അംഗീകരിച്ചുകൊണ്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അവർക്ക് ജാമ്യം കൊടുത്തത്. നമ്മൾ ഒന്നുകൂടി ഓർത്തുകൊള്ളണം, അവരെ അറസ്റ്റ് ചെയ്തതിന് മുമ്പ് അവർ കൊടുത്ത മൊഴികളിലൊന്നും അരവിന്ദ് കെജ്രിവാളിന്റെ പേരില്ല. അതിനുശേഷം മാസങ്ങളോളം അവർ ജയിലിൽ കിടക്കുന്നു. ജയിലിൽ കിടന്നതിന് ശേഷം അവർ ജാമ്യത്തിന് അപേക്ഷിക്കുന്നു. ജാമ്യത്തിന് അപേക്ഷിക്കുമ്പോൾ ജാമ്യം ഒരു കാരണവശാലും കൊടുക്കാൻ പാടില്ലെങ്കിൽ നടുവേദന എന്ന് പറയുന്നത് അംഗീകരിച്ചുകൊണ്ട് ED ജാമ്യം കൊടുക്കുന്നു. ഇനിയാണ് ട്വിസ്റ്റ്. എന്താണ് ട്വിസ്റ്റ്? ജാമ്യം കിട്ടിയതിന് ശേഷം അവർ പറഞ്ഞ മൊഴിയിൽ അരവിന്ദ് കെജ്രിവാളിന്റെ പേരുകൾ പ്രത്യക്ഷപ്പെടുന്നു. ആലോചിച്ച് നോക്കുക. അരവിന്ദ് കെജ്രിവാളിന്റെ പേര് പ്രത്യക്ഷപ്പെടുന്നതോടുകൂടി എന്ത് സംഭവിക്കുന്നു? അവർ മാപ്പ് സാക്ഷികളാവുന്നു. അപ്പൊ ഈ ലിങ്ക് ഒന്ന് ആലോചിച്ച് നോക്കൂ. ആദ്യം അവർ അരവിന്ദ് കെജ്രിവാളിന്റെ പേര് പറയുന്നില്ല. അതിനെ തുടർന്ന് സ്റ്റാർ വിറ്റ്നസുകളെ ജയിലിലാക്കുന്നു. മാസങ്ങളോളം അവർ ജയിലിൽ കിടക്കുന്നു. അതിനുശേഷം അവർ ജാമ്യത്തിന് അപേക്ഷിക്കുന്നു. ജാമ്യത്തിന് അപേക്ഷിക്കുമ്പോൾ അവർക്ക് ജാമ്യം കൊടുക്കുന്നു. ജാമ്യം കിട്ടി പുറത്തു വരുന്ന അവർ അരവിന്ദ് കെജ്രിവാളിന്റെ പേര് പറയുന്നതോടുകൂടി അവർ മാപ്പ് സാക്ഷികളാവും. സുഹൃത്തുക്കളെ, ഈ മാപ്പ് സാക്ഷികളുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് അരവിന്ദ് കെജ്രിവാളിന് അറസ്റ്റ് ചെയ്യുന്നത്. അതിലേക്ക് നമുക്ക് പിന്നീട് വരാം. അപ്പം അഡ്വക്കേറ്റ് സിംഗ്വി ഈ കേസിൽ കോടതിയിൽ വാദിച്ചെന്താണെന്നറിയോ? അദ്ദേഹം പറഞ്ഞത് ഈ സഹ കുറ്റാരോപിതരും മാപ്പ് സാക്ഷികളും അവരെ ഒരു കാരണവശാലും വിശ്വസിക്കാൻ പാടില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞത്. അതായത് മാപ്പ് സാക്ഷികളുടെയും കോ അക്യൂസ്ഡിന്റെയും അപ്രൂവേഴ്സിന്റെയും സാക്ഷിമൊഴികൾ ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല. വിശ്വസിക്കുകയാണെങ്കിൽ തന്നെ അതിന് ചില നിബന്ധനകൾ ഉണ്ടെന്ന് സുപ്രീം കോടതി വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. എന്താ സുപ്രീം കോടതി പറയുന്നത്? ഈ കുറ്റാരോപിതരും മാപ്പുസാക്ഷികളും അവർ കൊടുക്കുന്ന മൊഴി വിശ്വസിക്കണമെങ്കിൽ അവർ കൊടുക്കുന്ന മൊഴി ശരിയാണ് എന്ന് സൂചിപ്പിക്കുന്ന സ്വതന്ത്രമായ വേറെ മൊഴികൾ ഉണ്ടാവണം, കൊറോബറേറ്റ് ചെയ്യുന്ന മൊഴികൾ ഉണ്ടാവണം. എന്നാലേ അവരെ വിശ്വസിക്കാൻ പാടുള്ളൂ. അല്ലാതെ അവർ ചുമ്മാ മൊഴി കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അതൊരിക്കലും വിശ്വസിക്കാൻ പാടില്ല. ഇതാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഈ കേസിലെ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മൊഴികൾ എന്ന് പറയുന്നത് ഈ 3 പ്രധാനപ്പെട്ട സാക്ഷികളും ജയിലിൽ നിന്ന് വന്നതിന് ശേഷം മാപ്പു സാക്ഷികളായതിനു ശേഷം കൊടുത്തിട്ടുള്ള മൊഴികളാണ്. അതുകൊണ്ട് തന്നെ അത് ഒരു കാരണവശാലും നിലനിൽക്കില്ല എന്നാണ് മനു അഭിഷേക് സിംഗ്വി എന്ന് പറയുന്ന ഈ പ്രഗത്ഭനായിട്ടുള്ള അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചത്. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, മണി ട്രയൽ എവിടെ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. പണം കൈമാറി എന്നുള്ളതിന് എന്താണ് തെളിവുള്ളത്? കാരണം മണി ട്രയൽ നടന്നിട്ടുണ്ട്, 100 കോടി കൊടുത്തിട്ടുണ്ട്. പഞ്ചാബിലും ഗോവയിലും നടന്ന തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലാണ് ആ പണം കൈമാറിയത്. അത് സൗത്ത് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മദ്യക്കച്ചവടക്കാരാണ് ആം ആദ്മി പാർട്ടിക്ക് കൊടുത്തത്. ഇതൊക്കെയാണല്ലോ EDയുടെ വാദമുഖങ്ങൾ. അവിടെ മനു അഭിഷേക് സിംഗ്വി ചോദിച്ചത് വേർ ഈസ് ദ മണി ട്രയൽ എന്നാണ് ചോദിച്ചത്. പണം കൈമാറിയതിന് എന്തു തെളിവാണ് EDയുടെ മുന്നിലുള്ളത് എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അവിടെ അദ്ദേഹം ഡൽഹി ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള മനീഷ് സിസോദിയ ഉണ്ട്. ആ മനീഷ് സിസോദിയ ഇപ്പോൾ 1.5 വർഷക്കാലമായിട്ട് ജയിലിൽ കിടക്കുകയാണ്. മനീഷ് സിസോദിയയുമായി ബന്ധപ്പെട്ട കേസിൽ സുപ്രീം കോടതി 15ാമത്തെ ഖണ്ഡികയിൽ ചോദിച്ചൊരു ചോദ്യമുണ്ട്, എവിടെയാണ് മണി ട്രയൽ? If there is no money trial, the case will fall flat എന്നാണ് സുപ്രീം കോടതി മനീഷ് സിസോദിയയ്ക്ക് ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള ആ കേസിലെ വിധിന്യായത്തിൽ പറഞ്ഞത് എന്നും ഈ മനു അഭിഷേക് സിംഗ്വി കോടതിയിൽ പറഞ്ഞു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാദമുഖവും കൂടി സിംഗ്വി പറഞ്ഞു. അതെന്താണെന്ന് അറിയാമോ? അത് ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. ആ അടിസ്ഥാന ശില, ആ ശിലയ്ക്കും എതിരാണ് ഈ നടപടി എന്നും അഡ്വക്കേറ്റ് സിംഗ്വി കോടതിയിൽ വാദിച്ചു. എന്താ ബേസിക് സ്ട്രക്ചർ എന്നറിയാമോ? കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറഞ്ഞിട്ടുള്ള ചരിത്ര പ്രധാനമായിട്ടുള്ള കേസിൽ 7-8 ജഡ്ജിമാരടങ്ങുന്ന സുപ്രീം കോടതിയുടെ ബെഞ്ച് വിധിച്ച് എന്താണെന്നറിയാമോ? ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറിനെ അല്ലെങ്കിൽ അടിസ്ഥാന ശിലയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കുന്ന ഭരണഘടനാ ഭേദഗതികൾ പാർലമെന്റ് കൊണ്ടുവന്നാൽ പോലും അത് അംഗീകരിക്കാൻ പാടില്ല എന്നുള്ളതാണ് കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയിൽ വന്ന വിധി എന്ന് പറയുന്നത്.
ആ അടിസ്ഥാന ശിലയെ പോലും, ആ ബേസിക് സ്ട്രക്ചറെ പോലും ചോദ്യം ചെയ്യുന്നതാണ് ഈ വിധിന്യായം എന്നാണ് അഡ്വക്കേറ്റ് സിംഗ്വി വാദിച്ചത്. കാരണം എന്താ, ഭരണഘടനയുടെ അടിസ്ഥാന ശില എന്ന് പറയുന്നത് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷനാണ്, സ്വതന്ത്രവും നീതിപൂർവമായിട്ടുള്ള ഇലക്ഷനാണ്. പിന്നെ ഭരണഘടനയുടെ അടിസ്ഥാന ശില പറയുന്നത് ഇവിടെ ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നതോടുകൂടി, ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നടക്കാതെ വരുന്നതോടുകൂടി ഭരണഘടനയുടെ അടിസ്ഥാന ശില തന്നെ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുകയാണ് എന്നുള്ള വാദമാണ്, ഇത്രയും വാദമുഖങ്ങളാണ് അഡ്വക്കേറ്റ് മനൂപ് സിംഗ്വി കോടതിയിൽ ഉന്നയിച്ചത്. ഇതിൽ നിന്നും തികച്ചും അടിസ്ഥാനരഹിതമായി, നിയമവിരുദ്ധമായി, ഭരണഘടനാ വിരുദ്ധമായിട്ടാണ് അരവിന്ദ് കെജ്രിവാൾ എന്ന് പറഞ്ഞ ഡൽഹി മുഖ്യമന്ത്രിയെ ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം അകാരണമായി ജയിലിലിടുന്നത് എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം തെളിയുകയാണ്.